നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്നൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കുക. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എന്ന റെസിസ്റ്റൻസിന്റെ അടുത്തായിരുന്നു. 22,180 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 182 ഹൈ വന്നിരുന്നത്. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഒരു താഴെ നമുക്ക് എപ്പോഴും ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു തുടക്കത്തിൽ. പക്ഷെ സപ്പോർട്ട് 22,100 സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് കണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 22,100 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷമായാലും 22,185, 22,200 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. പക്ഷെ ആ റെസിസ്റ്റൻസിന്റെ അടുത്തത് ഫാൾ വരാൻ നോക്കിയെങ്കിലും വലിയൊരു മൊമെന്റം ലഭിച്ചിരുന്നില്ല. ട്രെൻഡ് ബൈ തന്നെയായിരുന്നു നിലനിർത്തിയിരുന്നത്. അപ്പൊ അതിനുശേഷമായാലും നിഫ്റ്റി 22,235 റെസിസ്റ്റൻസിന്റെ മുകളിൽ പോയി. അതിനുശേഷം 22,235 റെസിസ്റ്റൻസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിലും ഒരു സിറ്റുവേഷൻ നോക്കുക. നിഫ്റ്റിയിലും ഈ ഒരു ലെവല് 22,100 ഈ ഒരു ലെവല് കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ് വരുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നിഫ്റ്റിയിലും ഇപ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി ഈ ബൈ സെന്റിമെന്റിൽ നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ടുകൾ ഉണ്ട്. നിലനിർത്തേണ്ട ഈ ഒരു സപ്പോർട്ടുകളൊക്കെ നിലനിർത്തിയാലാണ് ഈ ഒരു ബൈ മൊമെന്റത്തിന് സ്ട്രെങ്ത്. പക്ഷെ ഹയർ ലെവലായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിഫ്റ്റിക്കയിലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ലെവലിൽ 22,220 22,220 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തിയിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ ഒരു മുകളിലാണെങ്കിൽ 22,275 റെസിസ്റ്റൻസ് ആയിരിക്കും. 22,220 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബൈ ഓപ്പർച്യൂണിറ്റി 22,275 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ചെറിയ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത റെസിസ്റ്റൻസ് തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്, ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. 22,330 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 22,220 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 22,175 ആണ്. 22,175 സപ്പോർട്ടാണ്. 22,175 താഴെ നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 22,130 ആണ് സപ്പോർട്ട് വരുന്നത്. ഈ ഒരു ലെവലിലാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. 22,130 സപ്പോർട്ടാണ്. അപ്പൊ അതിനുശേഷം 22,100. അപ്പൊ നിഫ്റ്റിക്കായാലും ഈ ഒരു മൊമെന്റം നിലനിർത്തണമെങ്കിൽ 22,100 ഇൻട്രാഡേയിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ലെവലിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി, ഷോർട്ട് സെറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. രണ്ട് സൈഡിലേക്കും മൊമെന്റം എക്സ്പെക്ട് ചെയ്യണം. ഈ ഒരു ഏരിയയിൽ നിഫ്റ്റിയുടെ ഈ ഒരു ഹയർ ലെവൽ ഏരിയയിൽ രണ്ട് സൈഡിലേക്ക് മൊമെന്റം എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ ഹയർ ലെവലാണെങ്കിൽ 22,275 മുകളിൽ 22,330 റെസിസ്റ്റൻസ്. പിന്നെ നിഫ്റ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം 21,330 റെസിസ്റ്റൻസ് 320 ആ റേഞ്ച് വരെയാണ് ഹൈ വന്നിട്ടുള്ളൂ. അതിനിടയിൽ ഒരു ചെറിയൊരു റേഞ്ചിലായിരുന്നു 21,230 താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്നെങ്കിലും വീണ്ടും 21,230 ഹോൾഡ് ചെയ്ത് 21,230 ഹോൾഡ് ചെയ്ത് ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ് ഫിൻ നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ചെറിയൊരു റേഞ്ചിലായിരുന്നു ഫിൻ നിഫ്റ്റിയുടെ ആയാലും മൊമെന്റം നിലനിർത്തിയിരുന്നത്. നമുക്ക് ഫിൻ നിഫ്റ്റിനെ ആയാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട് 21,210 നിലനിർത്തുകയാണെങ്കിൽ 210 ഒരു താഴെ നിലനിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻട്രാഡേയിൽ എക്സ്പെക്ട് ചെയ്യാം.
അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുമ്പോൾ ബൈസിന്റെ ബില്ലാണ്. പക്ഷെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് 21,330 330ന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത 21,420 ഒരു ഹയർ ലെവലൊക്കെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് പോയാലും ഈ ഒരു ജസ്റ്റ് ഒരു സിംഗിൾ ക്യാൻഡിൽ റിസ്കുമ്പോൾ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് 21,220 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 21,140 സപ്പോർട്ട്. 140 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഓപ്പൺ ചെയ്യുന്നപ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിന്റെ ഒരു താഴെയാണോ റെസിസ്റ്റൻസിന്റെ താഴെയാണോ നോക്കുക. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. വീണ്ടും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈസിന്റെ വലിയ ലോവർ ലെവൽ സപ്പോർട്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ഫോളോ ചെയ്യുക. നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും ചെറിയൊരു റേഞ്ചിലുള്ള ഒരു കൺജസ്റ്റഡ് മൂവ്മെന്റ് ആയിരുന്നു. നമുക്ക് ബാങ്ക് നിഫ്റ്റി വരുന്ന ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഹയർ ലെവല് റെസിസ്റ്റൻസ് 47,875 875 മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. 48,200 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. 48,200 മുകളിൽ 48,000 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. 48,000 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 48,200 റെസിസ്റ്റൻസ് ആണ്. 48,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത വീക്ക്നെസ് ആണ്. ഇതിന്റെ താഴെ നിലനിർത്തിയ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. 47,870 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 47,650 സപ്പോർട്ട്. ഈ ഒരു ലെവലാണ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ടാണ് ഇൻട്രാഡേയിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്. ഇന്നത്തെ ഒരു ലോ ഇന്ന് വന്നിരിക്കുന്ന ലോവർ അടുത്തുള്ള സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം. ലോവർ ലെവൽ സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ വർക്ക് ചെയ്യും. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയർ കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.